നമസ്കാരം. വിഷുഫലത്തിൽ കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഫലത്തിൽ പറയുന്ന ഗുണഫലങ്ങൾ വരുന്നില്ല, കൂടുതലും ദോഷഫലങ്ങളാണ് അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുകയും ഇപ്പോൾ തന്നെ ഈ ഒരു വർഷകാലഘട്ടം വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുന്നു. രാശി മാറ്റത്തിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിഷു ഫലത്തിൽ പറയുന്ന ഭാഗ്യങ്ങൾ കൂടുതലായി വരുവാനും ദോഷങ്ങൾ കുറയുവാനും സാധ്യതയുണ്ട്. ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ എല്ലാ ദിവസവും നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ ദോഷങ്ങൾ ഉള്ള വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനയും പൂജയും നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും ഒരു ചെറിയ രീതിയിൽ ഒരു ആശ്വാസം നമുക്കും തരുവാൻ സാധിക്കും. വിഷുഫലത്തിൽ കാർത്തിക നക്ഷത്രക്കാർ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലസതയും മടിയും മാറ്റിവെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല മേഖലകളിലും എത്തിച്ചേരുവാൻ സാധിക്കും. അഹോരാത്രം പ്രയത്നിച്ചിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ മേൽ കാണിക്കുന്ന ഒരു പറയുകയാണെങ്കിൽ വിളിദോഷമെന്നോ അല്ലെങ്കിൽ അതിനെ കമ്പയർ ദോഷം അല്ലെങ്കിൽ അസൂയപ്പെടുക, ഇതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ നിൽക്കുന്ന വ്യക്തികളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഒരു ഫലമുണ്ടാകുക തന്നെ ചെയ്യും. പണം മുടക്കി വ്യാപാര വ്യവസായ മേഖലയിൽ ഏർപ്പെടുന്നത് അബദ്ധമായിരിക്കും. അതായത് ബിസിനസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പണത്തിൻ്റെ മൂല്യം നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയില്ല. കാരണം നിങ്ങളൊരു 10 ലക്ഷം രൂപ മുടക്കിയിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു മാസം നിങ്ങൾക്കൊരു 10,000 രൂപ പോലും ലാഭം കിട്ടാത്ത അവസ്ഥയായിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ബിസിനസ് ചെയ്യുന്നവർ മുന്നോട്ട് പോകുക. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനായി ചിലവർക്ക് ആഗ്രഹം കാണും. നിങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതും വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും. നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാവട്ടെ, അതുമല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ, നിങ്ങൾ ആരായാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളോട് സ്നേഹമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളുടെ പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങളെ നെഗറ്റീവായി പൊതുജനങ്ങളോട് പറയുകയും നിങ്ങളെ അപമാനിക്കുവാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും. നിങ്ങളില്ലാത്ത മറ്റൊരു സ്ഥലത്ത് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായി പറയുന്നത് നിങ്ങൾക്കറിയുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റാരെങ്കിലും സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നില്ല. സ്വന്തം കാര്യങ്ങൾ സ്വന്തം കഴിവിനോടൊത്ത് ചെയ്യുക. ആദ്യമേ പറഞ്ഞു, മടി, അലസത മാറ്റിവെച്ചിട്ട് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. പറയുന്ന വാക്കുകൾ അതിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കുക. പല വാക്കുകളും എടുത്തു ചാടി പറയുകയും അല്ലെങ്കിൽ അതിൽ പറയുന്നതിൻ്റെ പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണാറുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് പലർക്കും എടുത്തു ചാടിയുള്ള പ്രവൃത്തിയാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെ അവർക്ക്
ഈ അബദ്ധങ്ങൾ പറയുകയും അത് മുഖാന്തരം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. മാതാപിതാക്കളും ജീവിത പങ്കാളിയും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നല്ല രീതിയിൽ, അതായത് നല്ല ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരും. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ പറയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവ് പറയുന്ന കാര്യം, ഇതെല്ലാം പരിഗണിക്കുക, അംഗീകരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് അതിൽ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ പറയുന്നത് എന്താണോ അതിനെ കൃത്യമായ രീതിയിൽ അംഗീകരിക്കുകയും അത് പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുറപ്പായും നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ആപത്തുള്ള സുഹൃത്തുക്കൾ, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ആരാണെന്ന്. അവരുടെ മുന്നിൽ നിങ്ങൾ വീണ്ടും വിഡ്ഢികളാവാൻ നിന്ന് കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ കൂടുതലും തൊഴിൽപരമായ രഹസ്യങ്ങൾ പറയാതിരിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതം മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആത്മാർത്ഥമായും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിനോടൊപ്പം നിങ്ങളുടെയും സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷവും മുന്നിൽ കണ്ട് ജീവിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഞാൻ ജീവിച്ചത് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം അവസാനം ഈ കുഞ്ഞുങ്ങൾ നമ്മളെ സംരക്ഷിക്കുവാനുള്ള സാധ്യതയെല്ലാം കുറവാണ്. നമ്മളുടെ നിലനിൽപ്പും കൂടി നോക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും അവരുടെ വേണ്ടി നമ്മുടെ സമ്പാദ്യം പൂർണ്ണമായും ചിലവാക്കുവാനും. കുഞ്ഞുങ്ങൾക്ക് വസ്തു, വീട്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഇതെല്ലാം കൊടുക്കുമ്പോൾ നമുക്കുള്ളത് മാറ്റിയതിന് ശേഷം മാത്രം കൊടുക്കുക. അവരിൽ നിന്നും നമുക്ക് ചതിവുകൾ പറ്റാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഉത്തരവാദിത്തമില്ലാത്ത ജോലിക്കാരെ, നിങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദിത്തമില്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിടുകയും വിശ്വാസമില്ലാത്ത ആൾക്കാരെ ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തമില്ലാത്തവരെ ബിസിനസ്സിൽ നിന്നും മാറ്റുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളോട് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അവരുമായി പിന്നെ സൗഹൃദത്തിൽ പോകാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാർഷിക മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ധനം സമ്പാദിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ആ മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ അത് നിങ്ങൾ കൃഷി ചെയ്യുന്ന വ്യക്തിയാവാം, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര ആരാധനയും ഭഗവാന് വേണ്ടിയുള്ള സമർപ്പണവും സൽക്കർമ്മങ്ങളും അന്നദാനങ്ങളും ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിദേശ നാടുകളിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഉറപ്പായും പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുന്നത് ഈ ഒരു കാര്യത്തിലാണ്. വിദേശത്താണ് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകുന്നു, വിജയമുണ്ടാകുന്നു. അവിടെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോലിയിൽ നേട്ടങ്ങളുണ്ടാകുന്നു, വിജയങ്ങളുണ്ടാകുന്നു, ധനലാഭങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ഇനി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അങ്ങനെ വരുവാൻ സാധ്യതയുണ്ട്. വരവിനോടൊപ്പം ചിലവും അധികമാകുവാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. നിങ്ങൾക്ക് ദീർഘയാത്രകൾ ഈ ഒരു സമയത്ത് ഒരുപാട് ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഈ യാത്രയിലെല്ലാം പരാജയം, ധനനഷ്ടം, കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു വർഷത്തേക്ക് വിനോദയാത്രകളോ ദീർഘയാത്രകളോ ഒന്ന് ഒഴിവാക്കുകയും അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. മാനസികപരമായ പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്പീച്ചുകൾ കേൾക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അല്ലാത്ത പക്ഷം നെഗറ്റീവ് ചിന്താഗതികൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ജീവിതം നെഗറ്റീവ്സിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്.
നല്ല കാര്യങ്ങൾ പറയുന്ന നല്ല വ്യക്തികളോടൊപ്പം സൗഹൃദം കൊണ്ടുപോകുക, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതികൾ, അതായത് ഉയർച്ചകൾ ഉണ്ടാകാനും സാധ്യതയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, അതിപ്പോൾ പുരുഷനാവാം സ്ത്രീ, അതായത് ഒരു ഭാര്യയാവാം അല്ലെങ്കിൽ ഭർത്താവാം, നിങ്ങൾക്ക് ആ എതിരെ നിൽക്കുന്ന ആളിന് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. മാതാവിനോ അല്ലെങ്കിൽ ആ സ്ഥാനത്തിൽ നമ്മൾ കാണുന്ന വ്യക്തി, അതായത് നമ്മുടെ ബന്ധത്തിൽ തന്നെ അമ്മയെപ്പോലെ കാണുന്ന പല വ്യക്തികളുണ്ടാകും, നമ്മൾ പരിചരിക്കുന്ന വ്യക്തികളുണ്ടാകും. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നമ്മുടെ മാതൃസ്ഥാനത്തിൽ കാണുന്ന വ്യക്തിക്കോ മാതാവിനോ ആരോഗ്യ പ്രശ്നമുണ്ടാകുകയും അതിനുവേണ്ടി ധനം ചിലവാക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് വർദ്ധിക്കും. ധനം കുറവാണെങ്കിലും ചിലവ് കൂടുതലായിരിക്കും. സമയം കുറവാണെങ്കിലും വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടുതലും ജോലിഭാരം കൂടുതലുമാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. മത്സരങ്ങൾ, ഇൻ്റർവ്യൂകൾ, പരീക്ഷകൾ, ഇതിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അന്യരുടെ സഹായം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടി വരും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹാലോചനകൾ മുടങ്ങിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ നടക്കാതെ ഇരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി പിരിഞ്ഞിരുന്ന ദമ്പതികൾ, ഇവർക്കെല്ലാം അനുയോജ്യമായ സമയമാണ്. ഈ ഒരു വർഷത്ത് തന്നെ വിവാഹം നല്ല രീതിയിൽ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വിവാഹം നടക്കുവാനും അല്ലെങ്കിൽ അതൊരു എൻഗേജ്മെൻറ്റിൽ വരെ എത്തിച്ചേരുവാനും സാധിക്കുന്നുണ്ട്. ഗ്രഹം വച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഗ്രഹത്തിൻ്റെ പണികൾ പുരോഗതിയിലോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയ ഗ്രഹം വയ്ക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ വസ്തു വാങ്ങുവാൻ സാധിക്കും. അതെല്ലാം ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു നക്ഷത്രത്തിൽ, ഈ ഒരു വിഷുവനത്തിൽ പറയുന്ന ദോഷപരിഹാരത്തിന് നിങ്ങൾ ഭഗവതിയെ പ്രാർത്ഥിക്കുകയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും. അതിനോടൊപ്പം ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഗണപതി ഭഗവാൻ ഒരു നാളികേരം മുടയ്ക്കുകയോ പുഷ്പാഞ്ജലി അർപ്പിക്കുകയോ ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും തടസ്സങ്ങൾ മാറുകയും ചെയ്യും. ഇത്രയും ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും കൂടുതൽ ദോഷങ്ങളും നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ദോഷങ്ങൾ ഈ പരിഹാരം ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ സമയം ഏതാണെന്ന് മനസ്സിലാക്കി അതിനും കൂടി പരിഹാരം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നേട്ടങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ മാറുകയും ചെയ്യും.